ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ജയ്പൂർ ആണ്. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രദ്യുൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജയ്പൂർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർട്ട്സ് ആൻഡ് പാലസസ് അല്ലേ? ബട്ട് ഫസ്റ്റ് ഇത് നോക്കൂ. ഇതാണ് വേൾഡ് ട്രേഡ് പാർക്ക്, ജയ്പൂരിന്റെ മോഡേൺ ഫേസ്. ഫുൾ ഗ്ലാസ് ബിൽഡിംഗ്, ടോട്ടലി ഡിഫറെന്റ് വൈബ് than what we imagine about Jaipur. So this city has both modern and royal side. റോഡിലൂടെ പോകുമ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ what is this place? ഇതാണ് ആൽബർട്ട് ഹാൾ, ജയ്പൂരിലെ ഓൾഡസ്റ്റ് മ്യൂസിയം. നമ്മൾ ഇൻസൈഡ് പോയില്ല, ബട്ട് ഹോണസ്റ്റ്ലി നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യണം. ജയ്പൂരിൽ ഇത്ര റാൻഡം ബിൽഡിംഗ്സും ഇത്ര ഗ്രാൻഡ് ആണ്. ഇമാജിൻ ദ മെയിൻ പാലസസ്. ഇപ്പൊ നമ്മൾ റീച്ച് ചെയ്തത് റിയൽ പിങ്ക് സിറ്റിയിലാണ്. ഇവിടെ കാണാൻ എല്ലാ ബിൽഡിംഗ്സും സെയിം കളർ അല്ലേ? ഇത് റാൻഡം അല്ല. ജയ്പൂരിൽ ഓൾഡ് സിറ്റി ഫുൾ പിങ്ക് കളർ ആണ്. പ്രിൻസ് ഓഫ് വാൾസ് വിസിറ്റ് ചെയ്യുമ്പോ ആണ് സിറ്റി പിങ്ക് ആക്കിയത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പോകുന്നത് ജയ്പൂരിന്റെ മോസ്റ്റ് ഫേമസ് പ്ലേസിലേക്കാണ്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ ജയ്പൂർ കംപ്ലീറ്റ് ആകില്ല. ഹവാ മഹൽ. ദിസ് ഈസ് ഹവാ മഹൽ, മോർ ലൈക്ക് എ ബ്യൂട്ടിഫുൾ വാൾ. ഇത് 1799 ബിൽഡ് ചെയ്തത് റോയൽ ലേഡീസിന് വേണ്ടി. അവർക്ക് ഔട്ട്സൈഡ് കാണാൻ പറ്റും, ബട്ട് ആർക്കും അവരെ കാണാൻ പറ്റില്ല. അറൌണ്ട് 900+ സ്മോൾ വിൻഡോസ് ഉണ്ട്. That's why it looks so unique. Okay, ഇനി നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. ജയ്പൂർ ഇപ്പൊ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. നെക്സ്റ്റ് സ്പോട്ടിന് മുൻപേ നമുക്ക് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് പറാട്ടാസ് ആൻഡ് ദഹി ആണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അതാണ് അമേർ ഫോർട്ട്. ഇപ്പൊ ഇത് കണ്ടപ്പോൾ വി ലിറ്ററലി സ്റ്റോപ്ഡ്. ഇത് അമേർ ഫോർട്ട് ആണ്, ജയ്പൂരിന്റെ മോസ്റ്റ് ഫേമസ് ഫോർട്ടിൽ ഒന്ന്. ഹില്ലിന്റെ മുകളിൽ ഫുൾ സ്പ്രെഡ് ആയിരിക്കുന്നത് നോക്കൂ, മാസീവ് അല്ലേ? ഇത് 16th സെഞ്ചുറിയിൽ ബിൽഡ് ചെയ്തതാണ്. ഇനി നമ്മൾ ഇതിന്റെ അടുത്തോട്ട് പോകാം, എക്സ്പ്ലോർ ചെയ്യാൻ. അമർ ഫോർട്ടിലേക്കുള്ള റോഡ് കുറച്ച് നാരോ ആണ്. വെഹിക്കിൾസ് ഒക്കെ സ്ലോ ആയി മൂവ് ചെയ്യണം. എക്സ്പെഷ്യലി ഇവിടെ ടേൺസ് ഒക്കെ ടൈറ്റ് ആണ്. ദിസ് ഈസ് സീതാരാമജി ടെമ്പിൾ അമേർ. ലോക്കൽ ഏരിയയിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ടെമ്പിൾ ആണ്. ഇതാണ് പന്ന മീന കി കുന്ത്. ആൻഡ് ഇവിടെ ഒരു സൂപ്പർ യൂണിക് പ്ലേസ് ഉണ്ട്, ടാപ്പ് വെൽ. ഓൾഡ് ടൈമിൽ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു. ബട്ട് ഡിസൈൻ നോക്കൂ, ഫുൾ സിമട്രി, സൂപ്പർ എസ്തെറ്റിക്. ഓക്കെ, ഫൈനലി നമ്മൾ അമേർ ഫോർട്ടിൽ റീച്ച് ചെയ്തു. രാജ്പുത് കിങ്സിന്റെ മെയിൻ റെസിഡൻസ് ആയിരുന്നു. 16th സെഞ്ചുറിയിൽ രാജ മൻസിംഗ് ആണ് ഇത് ബിൽഡ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഫോർട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അമേർ ഫോർട്ടിൽ 2 മെയിൻ ഗേറ്റ് ഉണ്ട്. ചാന്ദ് പോൾ നോൺ ആസ് മൂൺ ഗേറ്റ്, സൂരജ് പോൾ നോൺ ആസ് സൺ ഗേറ്റ്. നമ്മൾ ഇപ്പോ കയറി വന്നത് ചാന്ദ് പോളിന്റെ ഉള്ളിലൂടെയാ. ഇത് അമേർ ഫോർട്ടിന്റെ മെയിൻ എൻട്രൻസ് ആയിരുന്നു, എക്സ്പെഷ്യലി ഫോർ കോമൺ പീപ്പിൾ. സൂരജ് പോൾ ഈസ്റ്റ് സൈഡിലാണ്. സോ ഫസ്റ്റ് സൺലൈറ്റ് ഇവിടെയാണ് വരുന്നത്. ഇതുകൊണ്ടാണ് നെയിം സൺ ഗേറ്റ്. റോയൽ ഫാമിലി ആൻഡ് ഇമ്പോർട്ടന്റ് ഗസ്റ്റ് മോസ്റ്റ്ലി സൂരജ് പോൾ വഴിയാണ് എൻ്റർ ചെയ്യുന്നത്. ഇത് അമേർ ഫോർട്ടിന്റെ മെയിൻ കോർട്ട്യാർഡ് ആണ്, ജലേബ് ചോക്ക്. ഓൾഡ് ടൈമിൽ ആർമി സോൾജേഴ്സ് ഇവിടെ അസംബിൾ ചെയ്യും. വാർ കഴിഞ്ഞു വന്നാൽ ഇവിടെ സെലിബ്രേഷനും നടക്കും. ഇവിടെ കാണുന്നത് ശീലാദേവി ടെമ്പിൾ ആണ്. അമേർ ഫോർട്ടിന്റെ ഉള്ളിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടെമ്പിൾ ആണിത്. ഇവിടെ കാണുന്നത് ദിവാനിയ. ഇതാണ് കിങ് പബ്ലിക്കിനെ മീറ്റ് ചെയ്യുന്ന പ്ലേസ്. കോമൺ പീപ്പിൾ കംപ്ലൈന്റ്സും പ്രോബ്ലംസും ഒക്കെ ഇവിടെ വന്നാണ് പറയുന്നത്. കിങ് ഇവിടെ ഇരുന്ന് ഡിസിഷൻ എടുക്കും. ഈ വ്യൂ കാണാൻ വേണ്ടി കിങ്സ് ഇവിടെ ഫോർട്ട് ബിൽഡ് ചെയ്തത് അന്നെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ഹോൾ സിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും.
പെർഫെക്റ്റ് ലൊക്കേഷൻ അല്ലേ? ഹോണസ്റ്റ്ലി ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നതിനേക്കാൾ റിയൽ ലൈഫിൽ ഇത് 10 ടൈംസ് ബെറ്റർ ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഹോൾ അമീർ ടൗൺ ഒരു ഫ്രെയിമിൽ കാണാം. ജോധാബായ് ആക്ച്വലി രാജ്പുത് പ്രിൻസസ് ആയിരുന്നു, അക്ബറിന്റെ വൈഫ്. ആ ടൈമിൽ മുഗൾസ് ആൻഡ് രാജ്പുത്സ് അലയൻസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇവിടെ മാരേജസ് ഉണ്ടായിരുന്നു. സോ ഈ ഫോർട്ടിന് മുഗൾ കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഡിസൈനും മിക്സ് കാണാം. ഇത് നോക്കൂ, ഇതാണ് ഗണേഷ് പോൾ, അമീർ ഫോർട്ടിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേറ്റ്, റോയൽ എൻട്രി പോയിന്റ്. ഈ പെയിന്റിംഗ് ഒക്കെ നോക്കൂ, ഫുൾ ഹാൻഡ് വർക്ക് ആണ്. കളേഴ്സ്, പാറ്റേൺസ് സ്റ്റിൽ ഇൻടാക്ട് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. ടോപ്പിൽ കാണുന്ന ഗണേഷ് ജിന്റെ ഇമേജ് കൊണ്ടാണ് പേര് ഗണേഷ് പോൾ. ഇവിടെ സീലിംഗിൽ കാണുന്നത് ഫുൾ ഹാൻഡ് പെയിന്റഡ് ഡിസൈൻ ആണ്. ഫ്ലവേഴ്സ്, പാറ്റേൺസ് മുഗൾ പ്ലസ് രാജ്പുത് ആർട്ട് മിക്സ് ആണ്. ആൻഡ് കറക്റ്റ് ലൈറ്റിംഗിൽ നോക്കിയാൽ ഇത് സ്ലൈറ്റ് ഗോൾഡൻ ഷൈൻ പോലെ തോന്നും. ദാറ്റ്സ് ദ ബ്യൂട്ടി. ഡീറ്റെയിൽസ് സ്ലോലി റിവീൽ ആകും. ഇത് നോക്കൂ, ഇതാണ് ശീഷ് മഹൽ, മിറർ പാലസ്. ഫുൾ വാളും സീലിംഗും മിറർ വർക്കാണ്. ഇത് റോയൽ ഫാമിലിന്റെ പ്രൈവറ്റ് റൂം ആയിരുന്നു. നൈറ്റിൽ ഒരു സ്മോൾ ക്യാൻഡിൽ മാത്രം ലൈറ്റ് ചെയ്ത ഫുൾ റൂം സ്റ്റാർസ് പോലെ സ്പാർക്കിൾ ആവും. വൺ സിംഗിൾ ലൈറ്റ് ബട്ട് തൗസൻഡ്സ് ഓഫ് റിഫ്ലക്ഷൻ. ഇലക്ട്രിസിറ്റി ഇല്ലാതെ ടൈമിൽ തന്നെ ഇവർ ഇത്ര സ്മാർട്ട് ഡിസൈൻ ചെയ്തു. ഇവിടെ ഇൻസൈഡ് എൻട്രി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഈ മിറർ ഒക്കെ വളരെ ഡെലിക്കേറ്റ് ആണ്. ഡാമേജ് ആക്കാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു. ടു മെനി വിസിറ്റേഴ്സ് സ്മോൾ ടച്ച് പോലും ഡാമേജ് ചെയ്യും. ഇതുപോലത്തെ ഡിസൈൻ ആണ് ഈ ഫോർട്ടിനെ ട്രൂലി റോയൽ ആക്കുന്നത്. ഇത് ശീഷ് മഹലിന്റെ മുകളിലുള്ള റോയൽ സെക്ഷൻ ആണ്, ജയ് മന്ദിർ. ഇവിടെ പോലും സ്മോൾ വിൻഡോസ് ഉണ്ട്. ഇൻസൈഡ് ഇരുന്ന് എല്ലാം കാണാൻ പാറ്റേൺ, ബട്ട് ഔട്ട്സൈഡ് ഉള്ളവർക്ക് അകത്ത് കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫുൾ ഗാർഡൻ വ്യൂ കാണാം. ബിലോ കാണുന്നത് ചാർബാഗ് സ്റ്റൈൽ ഗാർഡൻ ആണ്. നിങ്ങൾക്ക് അറിയുമോ, ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, ബട്ട് ഈ വാൾ ഐസ് പോലെ കോൾഡ് ആണ്. എങ്ങനെ? ഈ വാൾസ് നോർമൽ സിമന്റ് അല്ല, ഇത് ബിൽഡ് ചെയ്തത് സാൻഡ്സ്റ്റോൺ മാർബിൾ മിക്സ് യൂസ് ചെയ്ത. മുകളിൽ കാണുന്ന ഈ വാൾ നോക്കൂ, ഇത് ജയ്ഗാർ ഫോർട്ട് ആണ്. ഹില്ലിന്റെ മുകളിൽ ഫുൾ ഡിഫൻസ് സിസ്റ്റം പോലെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യെസ്, ഇവിടെ സീക്രട്ട് ടണൽസ് ഉണ്ട്. അമീർ ഫോർട്ടിൽ നിന്ന് ജയ്ഗ്രാ ഫോർട്ടിൽ കണക്ട് ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടായിരുന്നു, വാർ ടൈമിൽ കിങ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി. ഓൾസോ സേഫ് മൂവ്മെന്റ്സ് വിത്തൗട്ട് എനിമീസ് നോട്ടീസിങ്. ഇപ്പൊ നമ്മളുള്ളത് സുഖ് മന്ദിർ, റോയൽ ഫാമിലിന്റെ പ്രൈവറ്റ് ഏരിയ ആണ്. ദിവാനി ഖാസ് എന്ന് പറയും. ഇവിടെ ഒരു ഹിഡൻ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. വാട്ടർ ചാനൽസ് വഴി എയർ കൂളാക്കും. സോ സമ്മറിലും ഇവിടെ നാച്ചുറൽ AC പോലെ ഫീൽ ആവും. നമ്മളിപ്പോ ഉള്ളത് രാജാ മൻസിംഗിന്റെ പാലസിനകത്താണ്, അമീർ ഫോർട്ടിലെ ഓൾഡസ്റ്റ് ആൻഡ് മെയിൻ റെസിഡൻഷ്യൽ ഏരിയ. രാജാ മൻസിംഗ് മൾട്ടിപ്പിൾ ക്യൂൻസ് ഉണ്ടായിരുന്നു. ഈച്ച് ക്യൂൻസിന് വേണ്ടി സെപ്പറേറ്റ് റൂം ബിൽഡ് ചെയ്തു. ഇവിടെ കാണുന്ന ഈ റൂം എല്ലാം അവരുടെ പ്രൈവറ്റ് സ്പേസസ് ആണ്.
മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഓൾ റൂംസും ഒരു സെൻട്രൽ കോർട്ട്യാർഡിലേക്ക് കണക്റ്റഡ് ആണ്. സോ കിങ് സെൻട്രൽ ഏരിയയിൽ നിന്നും എല്ലാ റൂമിലേക്കും ആക്സസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ അമീർ ഫോർട്ടിന് ബൈ പറയാൻ പോകുന്നു. ഹോണസ്റ്റ്ലി ഇതൊരു നോർമൽ പ്ലേസ് അല്ല, ഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഫോർട്ട് ബിൽഡ് ചെയ്തത് രാജ മൻസിംഗ് ആണ്. മുഗൾ എംപയറിൽ വലിയ റോൾ ഉണ്ടായിരുന്നു, വാരിയർ ആയിരുന്നു. ബട്ട് ആർക്കിടെക്ചറിലും ഇത്ര ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്തു. അമേർ എന്ന പേര് വന്നത് അംബാദേവിയിൽ നിന്നാണ്. ലോക്കൽ ഗോഡസ് അതിന്റെ പേര് തന്നെ ഈ പ്ലേസിന് വന്നു. ജയ്പൂർ, യു ആർ അമേസിംഗ്. ബട്ട് ഇതുകൊണ്ട് സ്റ്റോറി തീരുന്നില്ല. ജയ്പൂരിന്റെ ഇനിയും കുറെ അഡ്വഞ്ചേഴ്സ് ഉണ്ട്, അതെല്ലാം നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. So if you like my video, please like, share, subscribe and thank you.